എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻ, ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കണം, റിഫ്ലെക്സീവ്. രണ്ടാമത് സിമെട്രിക് ആയിരിക്കണം, സിമെട്രിക്. മൂന്നാമത്തെ കണ്ടീഷൻ ട്രാൻസിറ്റീവ് ആയിരിക്കണം, ട്രാൻസിറ്റീവ്, ട്രാൻസിറ്റീവ്. ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻ ആണ് ഇക്വലൻസ് റിലേഷൻ. ഇക്വലൻസ് റിലേഷന്റെ അകത്ത് ഈ റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. ഇതിനകത്ത് റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻ തരുമ്പം അതിനോട് തന്നെ ഒരു റിലേഷൻ വേണം. അതായത് ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. റിലേഷൻ ആർ ഇൻ ദി സെറ്റ്, റിലേഷൻ ആർ ഇൻ ദി സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 എക്സെട്ര 14. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻഡ് അസ് റിലേഷൻ ആർ ഇൻ ദി സെറ്റ് എ ഈസ് ഈക്വൽ ടു 1 തൊട്ട് 14 വരെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇങ്ങനെയായിരുന്നു. ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ. ഇത് വായിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ. ഈ കുത്തിന്റെ പേര് സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഈസ് ഈക്വൽ ടു 0. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ തരുന്ന റിലേഷനെ ആദ്യം റോസ്റ്റർ ഫോമിലോട്ട് മാറ്റണം. തന്നിരിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോം ആണ്. റോസ്റ്റർ ഫോമിലോട്ട് മാറ്റുമ്പം 3x ഈസ് ഈക്വൽ ടു വൈ ആയിരുന്നു, മൈനസ് വൈ അപ്പുറത്ത് പോയപ്പോ പ്ലസ് വൈ. എക്സും വൈയും എയിലെ മെമ്പേഴ്സ് ആയിരിക്കണം. എക്സും വൈയും എയിലെ മെമ്പേഴ്സ് ആണ്. അന്ന് നമ്മൾ പഠിച്ചു. എക്സിന് ഓരോ വാല്യൂ ഇട്ട് കൊടുത്തു. എക്സിന് 1 ഇട്ട് കൊടുത്തപ്പം 3 × 1 3, വൈയുടെ വാല്യൂ 3. അപ്പൊ ഒരു പെയർ കിട്ടി 1 3. എക്സിന് 2 ഇട്ട് കൊടുത്തപ്പം 3 × 2 6, വൈയുടെ വാല്യൂ 6 2 6. എക്സിന് 3 ഇട്ട് കൊടുത്തപ്പം 3 × 3 9, വൈയുടെ വാല്യൂ 9 3 9. എക്സിന്റെ വാല്യൂ 4 കൊടുത്തപ്പോ 3 × 4 12 4 12. 5 ഇട്ട് കൊടുക്കുമ്പം തൊട്ട് നമ്മൾ അന്ന് ചെയ്തില്ല, കാരണം 15 വരുമ്പം എയിൽ മെമ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ട്. ഈ റിലേഷൻ എന്ന് പറഞ്ഞാൽ 1 3 2 6 3 9 4 12 ഇതായിരുന്നു റിലേഷൻ. ഈ തരുന്ന ഈ റോസ്റ്റർ ഫോമിലുള്ള റിലേഷൻ ഈ റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ, റിഫ്ലെക്സീവ് ആണോ നോക്കുമ്പം ആ ഒരു സെറ്റിനകത്ത് ഇതിനകത്ത് റിഫ്ലെക്സീവ് ആണോ നോക്കാൻ തരുന്നതിനകത്ത് ഇപ്പൊ ഒരു സെറ്റിൽ 14 എലമെന്റ്സ് ആണെങ്കിൽ റിലേഷൻ എഴുതുമ്പം ആ റിലേഷന്റെ അകത്ത് ഈ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ആണോ തന്നിരിക്കുന്നത് അതിനോട് തന്നെ ഒരു റിലേഷൻ അതിലുണ്ടാകണം. 1 1 2 2 3 3 14 14 വരെ. ഒന്നുകൂടി പറയാം. തരുന്ന റിലേഷനകത്ത് സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ആണോ അതിനോട് തന്നെ ഒരു റിലേഷൻ 1 1 2 2 3 3 4 4 14 14 വരെ ഇതിനകത്തുണ്ടെങ്കിൽ അതാണ് റിഫ്ലെക്സീവ്. ഒരു സെറ്റിനകത്ത് 3 എലമെന്റ്സേ ഉള്ളൂ എങ്കിൽ 3 4 5 എന്നാണ് ഉള്ളതെങ്കിൽ റിലേഷൻ എഴുതുമ്പോ 3 3 4 4 5 5 ഈ 3 എലമെന്റ്സിനും അതിനോട് തന്നെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അതാണ് റിഫ്ലെക്സീവ്. അപ്പൊ ഇവിടെ നോക്കുമ്പോ 1 തൊട്ട് 14 വരെയുള്ള എലമെന്റ്സ് ഉണ്ട്. 1 1 2 2 3 3 14 14 വരെ ഉണ്ടെങ്കിൽ മാത്രം അത് റിഫ്ലെക്സീവ് ആകും. അപ്പൊ ഈ റിലേഷൻ ഇവിടെ റിഫ്ലെക്സീവ് അല്ല. ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് അല്ലാത്തതിന്റെ റീസൺ നോട്ട് ചേർത്ത് എഴുതിയ എപ്പോഴും റീസൺ എഴുതണം. സിൻസ് ഏതേലും ഒരു പെയർ കാണിക്കണം. 1 1 നോട്ട് ആൻ എലമെന്റ് ഇൻ ആർ. റിഫ്ലെക്സീവ് ആകുവാണെങ്കിൽ ആ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ
അതിനെല്ലാം അതിനോട് തന്നെ ഒരു റിലേഷൻ, ആ റിലേഷനിൽ വേണം. ഇവിടെ 1 1 2 2 3 3 13 13 വരെ ഉണ്ട്. ഒരെണ്ണം ഇല്ലെങ്കിൽ പോലും അത് റിഫ്ലെക്സീവ് അല്ല. അപ്പൊ ഇത് റിഫ്ലെക്സീവ് അല്ല. ഓക്കെ ആണോ നോക്കിക്കേ, പറഞ്ഞത് ഓക്കെ ആണോന്നൊന്ന് പറഞ്ഞേ. റിഫ്ലെക്സീവ് അല്ലാത്തതിന്റെ റീസൺ പറയേ. റിഫ്ലെക്സീവ് ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. 14 വരെ വരാത്തോണ്ടല്ലേ റിഫ്ലെക്റ്റീവ് അല്ലാത്തത്? അതന്നെ, ഇതിനകത്ത് റിഫ്ലെക്സീവ് ആകണമെങ്കിൽ ഈ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടോ അതിനോട് തന്നെ സെയിം ആയിട്ട് 1 1 2 2 3 3 അങ്ങനെ 14 14 വരെ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അത് റിഫ്ലെക്സീവ് ആയേനെ. അങ്ങനെ ഒരു പെയർ പോലും ഇതിലില്ല. അപ്പൊ അത് റിഫ്ലെക്സീവ് അല്ലാത്തതിന്റെ റീസൺ അതാണ്. രണ്ടാമത്തെ കണ്ടീഷൻ സിമെട്രിക് എന്ന് പറഞ്ഞാൽ, അപ്പൊ റിഫ്ലെക്സീവിന്റെ മീനിങ് ഫോർ എവരി എന്നാണ്. ഈ സിമ്പിൾ തിരിച്ചിട്ട ഫോർ എവരി എന്നാണ്. എല്ലാ എലമെന്റ്സിനും അതിനോട് തന്നെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അതാണ് റിഫ്ലെക്സീവ്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ ബി ആ റിലേഷനിൽ ഉണ്ടെങ്കിൽ തിരിച്ചും വേണം, ബി എയും അവിടെ വേണം. എ ബി ഉണ്ട് എങ്കിൽ ബി എ വേണം. അതെല്ലാം വേണ്ട. ഈ പറയുന്ന 14 14 വരെയുള്ള എല്ലാം നോക്കണ്ട. തരുന്ന ഈ എഴുതുന്ന റിലേഷനകത്ത് തിരിച്ചുണ്ടോ നോക്കണം. 1 3 ഉണ്ടെങ്കിൽ അത് റിഫ്ലെക്സീവ് ആകുമ്പോൾ മൊത്തം നോക്കണം. പിന്നെ സിമെട്രിക് ആണെങ്കിൽ ഇതിലുള്ളത് മാത്രം നോക്കിയാൽ മതി. 1 3 ഉണ്ടെങ്കിൽ 3 1 വേണം. 2 6 ഉണ്ടെങ്കിൽ 6 2 വേണം. 3 9 ഉണ്ടെങ്കിൽ 9 3 വേണം. 4 12 ഉണ്ടെങ്കിൽ 12 4 വേണം. ഇത്ര ഉണ്ടായിരുന്നെങ്കിൽ അത് സിമെട്രിക് ആയേനെ. അപ്പൊ ഇവിടെ ആർ ഈസ് നോട്ട് സിമെട്രിക്. ഇപ്പൊ സിമെട്രിക് അല്ല. സിമെട്രിക് അല്ലാത്തതിന്റെ റീസൺ, സിൻസ് 1 3 എലമെന്റ് ഇൻ ആർ, 1 3 ആറിന്റെ അകത്തുണ്ട്, ബട്ട് 3 1 നോട്ട് ആൻ എലമെന്റ് ഇൻ ആർ. ഏതായാലും ഒരു പെയർ മാത്രം തിരിച്ചു പറഞ്ഞാൽ മതി. 1 3 ഉണ്ട് പക്ഷെ 3 1 ഇല്ല. അത് നോക്കേണ്ടത് തരുന്ന റിലേഷനിൽ തിരിച്ച് ഉണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി. എല്ലാം വേണ്ട. എല്ലാം എന്ന് പറഞ്ഞാൽ തരുന്നതിന്റെ അകത്ത് തിരിച്ചുള്ളതെല്ലാം വേണം. ഈ സെറ്റിനകത്ത് പറയുന്നതെല്ലാം വേണ്ട. അപ്പൊ ഇത് സിമെട്രിക് അല്ലാത്തതിന്റെ റീസൺ ഏതായാലും ഒരു പെയർ എടുത്തിട്ട് ഇല്ലാന്ന് എഴുതണം. 1 3 ഉണ്ട് പക്ഷെ 3 1 ഇല്ല. ഇനി ട്രാൻസിറ്റീവ് നോക്കുമ്പം എ ബിയും ഏതാ ഈ 1 3 എന്നുള്ളത് 3 1 എന്ന് പറഞ്ഞ ഒരെണ്ണം മാത്രം വന്നാൽ മതിയോ, അതോ എല്ലാത്തിനും വരണം? എല്ലാത്തിനും വരണം. ഈ എഴുതിയിരിക്കുന്നതിന്റെ എല്ലാത്തിന്റെയും വരണം. റീസൺ എഴുതുമ്പോ ഒരു പെയറിനെ മാത്രമേ എഴുതത്തുള്ളൂ. 2 6 ഉണ്ടെങ്കിൽ 6 2 വേണം. 3 9 ഉണ്ട് അതുകൊണ്ട് 9 3 വേണം. 4 12 ഉണ്ട് 12 4 വേണം. അത്ര ഉണ്ടായിരുന്നെങ്കിൽ അത് സിമെട്രിക് ആയേനെ. അപ്പൊ എഴുതുമ്പോ എല്ലാ പെയറും പറയണ്ട, ഒരെണ്ണം മാത്രം കാണിച്ചാൽ മതി. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എ ബിയും ബി സിയും ഉണ്ട്. എ ബിയും ബി സിയും ഉണ്ട്. എ ബിയും ബി സി ഉണ്ട്. എ ബി ബി സി. ഈ ബി എന്ന് പറയുന്നത് ഈ തുടങ്ങുന്ന അടുത്ത ഒരു പെയർ ഉണ്ടെങ്കിൽ എ സി അവിടെ വേണം, എങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണ്. എ ബി ഉണ്ട് ബി സി ഉണ്ട്, അപ്പൊ എ സി ഉണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണ്. ഇവിടെ നോക്കുക, 2 പെയർ എടുക്കുമ്പം ഈ എൻഡ് ചെയ്യുന്ന ഒരെണ്ണത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു പെയർ ഉണ്ടെങ്കിൽ ആ 1 3 അവിടെ ഉണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണ്. ഇവിടെ നോക്കണം, 1 3 ഇവിടെ ഉണ്ട്. അപ്പൊ 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ഉണ്ടോ നോക്കണം. 1 3 ഉണ്ട്. അപ്പൊ 1 3 ഉണ്ട്, 3 9 ഉണ്ട്. അന്നേരം 1 9 ഉണ്ടോ നോക്കണം. കണ്ടോ, എ ബി ഉണ്ട് ബി സി ഉണ്ടെങ്കിൽ എ സി ഉണ്ടാകണം, അതാണ് ട്രാൻസിറ്റീവ്. 1 3 ഉണ്ട് 3 9 ഉണ്ട്, അപ്പൊ ഏത് വേണം? 1 3 3 9 ഉണ്ട്. ഇവിടെ നോക്കി പറയണം, എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി വേണം. എ ബിയും ബി സി ഉണ്ട്, അപ്പൊ എ സി ഉണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണ്. 1 3 3 9 ഉണ്ട്,
അപ്പൊ ഏത് വേണോന്ന് പറയാവോ വരേണ്ടത്? 1339 ഉണ്ട്. 91. ഇതിൽ നോക്കണേ, എ ബി ബി സി. അപ്പൊ ഏതാ വേണ്ടത്? എ സി ആണുള്ളത്. എ സി എയും സിയൂടെ ചേർത്ത് പറയണം. ബി തുടങ്ങുന്നതാണെങ്കിൽ എയും സിയും. അപ്പൊ 1339 പറയാവോ? ആർക്കെങ്കിലും പറയാവോ? 1339 ഉണ്ടെങ്കിൽ ഏത് വേണം? 19 ആണോ? കറക്റ്റ്. 19 കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആയേനെ. 1339 ഉണ്ട്, പക്ഷെ 19 ഇല്ല, അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് അല്ല. 26 നോക്കിയപ്പോ 6 തുടങ്ങുന്ന വേറൊരു പെയർ അവിടെ ഇല്ല, അപ്പൊ അത് വിട്ടു. 39 നോക്കി 9 തുടങ്ങുന്ന വേറൊരു പെയർ ഇല്ല. 412 ഉണ്ട്, 12 തുടങ്ങുന്ന വേറൊരു പെയറും ഇല്ല. അതുകൊണ്ട് ഇവിടെ നോക്കുമ്പം അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെ ഒരു പെയർ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേന്? ഇല്ലായിരുന്നെങ്കിൽ ഒരു പെയർ പോലും ഇല്ലെങ്കിൽ അത് ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ നമ്മൾ ഇവിടെ വീണ്ടും പറയും ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഇത് ട്രാൻസിറ്റീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ല. അതിന്റെ റീസൺ നോട്ട് ചേർത്ത് എഴുതിയ എന്തിനു റീസൺ എഴുതണം? സിൻസ് 13,39 element in R. 13,39 element in R, but 19 not an element in R. കണ്ടോ? but 19 not an element in R. അപ്പം ഈ 3 കണ്ടീഷനും ഉണ്ടെങ്കിൽ അത് ഇക്വലൻസ് ആണ്. 3 കണ്ടീഷനും ഉണ്ടെങ്കിലാണ് അത് ഇക്വലൻസ്, ഇല്ലെങ്കിൽ അത് ഇക്വലൻസ് റിലേഷൻ അല്ല. അങ്ങനെയാണ് ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സീവും ആയിരിക്കണം, സിമെട്രിക്കും ആയിരിക്കണം, ട്രാൻസിറ്റീവും ആയിരിക്കണം. അപ്പൊ ഇത് റിഫ്ലെക്സീവ് ആകണമെങ്കിൽ ഒരു സെറ്റിനകത്ത് 14 എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനോട് തന്നെ ഒരു റിലേഷൻ വേണം. അതാണ് എന്താണ് റിഫ്ലെക്സീവ്. സിമെട്രിക്ക് നോക്കുമ്പോ ഇങ്ങനെ ഒരു പെയർ ഉണ്ടെങ്കിൽ തിരിച്ചുള്ളതും വേണം, അപ്പൊ അത് സിമെട്രിക്കും അല്ല. ട്രാൻസിറ്റീവ് ആണെങ്കിൽ എ ബിയും ബി സി ഉണ്ടെങ്കിൽ എ സി വേണം, അപ്പൊ അത് ട്രാൻസിറ്റീവ് അല്ല. ഇതാണ് ഇക്വലൻസ് റിലേഷൻ. വേറൊരു ക്വസ്റ്റ്യനും കൂടി പറയാം. റിലേഷൻ ആർ in this set A is equal to സെറ്റിനകത്ത് 1 2 3 4 5 6 എക്കകത്ത് 6 elements defined as R is equal to set of all xy. R is equal to set of all xy such that y is divisible by x. Y is divisible by x. Y is divisible by x. Set of all xy such that y is divisible by x. Y is divisible by x. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഒരു സെറ്റിനകത്ത് 6 എലമെന്റ്സ് ആണ് തന്നത്. ഇങ്ങനെയാണ് ഓർഡേർഡ് പെയർ എഴുതുന്നത്. y പൂർണ്ണമായിട്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇവിടെ തന്നിരിക്കുന്നത് മൊത്തമായിട്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. y ഈസ് ഡിവിസിബിൾ ബൈ എക്സ്. അപ്പൊ മനസ്സിൽ ഓർക്കുക, വേറെ ഒന്നും ഇവിടെ പറയുന്നില്ലെങ്കിൽ എ ക്രോസ് എ ഓർക്കണം. നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എല്ലാം പഠിച്ചു. എ ക്രോസ് എ ഓർക്കണം. എ ക്രോസ് എ ഇതൊരു എ ആണ്. വീണ്ടും ഒരു സെറ്റ് എയുടെ വരുമ്പോ എ ക്രോസ് എ ഇതേപോലെ തന്നെ ഒരു സെറ്റ് എയുടെ ഉണ്ട്. 1 1 1 2 1 3 അങ്ങനെ 1 6 വരെ, 2 1 തൊട്ട് 2 6 വരെ, അങ്ങനെ 3 1 to 3 6, 4 1 to 4 6 6, അങ്ങനെ 6 1 തൊട്ട് 6 6 വരെ സെറ്റ് അതിനകത്തുണ്ട്. അപ്പൊ ഇതിനകത്ത് ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതുമ്പം മനസ്സിൽ ഓർക്കുക, എ ക്രോസ് എ ഓർക്കുക. ഇതുപോലെ തന്നെ ഒരു സെറ്റൂടെ എ 1 തൊട്ട് 6 വരെ, 1 തൊട്ട് 6 വരെയുള്ള ഒരു സെറ്റൂടെ എ ക്രോസ് എ ഓർക്കണം. 1 1 1 2 അങ്ങനെ എഴുതുമ്പം എക്സ് വൈ ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതുമ്പോ രണ്ടാമത് വരുന്നത് പൂർണ്ണമായിട്ട് ഫസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഫ്രാക്ഷൻ വരരുത്. എ ക്രോസ് എ ഓർക്കണം. 1 1
1 എഴുതി 1 അപ്പൊ ഇത് എക്സ് ഇത് വൈ ആണ്. 1 ഡിവൈഡഡ് ബൈ 1 പറ്റും. ആൻസർ വരുന്നതായിരിക്കണം, അതാണ് ഡിവിസിബിൾ എന്ന് പറയുന്നത്, ഫ്രാക്ഷൻ വരരുത്. 1/1 1 ആയി. അങ്ങനെ 1 2 1 2 എഴുതാൻ പറ്റുമോ ഇതില് ഈ കണ്ടീഷന്? 1 2 1 2 ഈ കണ്ടീഷന് 1 2 എഴുതാവോ നോക്കിയേ. സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഇസ് ഡിവിസിബിൾ ബൈ എക്സിൽ 1 2 പറ്റുമോ? വൺ ടു ആർക്കും ആൻസർ പറയാൻ പറ്റുന്നില്ലയോ? ഇങ്ങനെ ഓർഡേഡ് പെയർ എക്സ് വൈ ആയിട്ട് എഴുതുമ്പോ രണ്ടാമത്തേത് പൂർണ്ണമായിട്ട് ഫസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. 1 2 ഡിവിസിബിൾ ആണോ? 2/1 ഡിവിസിബിൾ ആണോ? 2/1 1 3 ഓക്കെ ആണോ? 1 3 1 1 1 2 1 3 ഓക്കെ ആണോ? 1 3 1 3 അല്ല. റീസൺ പറയാവോ? 3/1 ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വരും. 3 വരും. 3/1 3 ആ. 1 2 ഓക്കെ ആണോ? 2/1 ഏതൊരു വാല്യൂവിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ വാല്യൂ തന്നെയാണ് വരിക. അപ്പൊ 2/1 2 3/1 3 അങ്ങനെ പറ. വാല്യൂ പറഞ്ഞു ഇങ്ങോട്ട്. എ ക്രോസ് എ പറ. 1 പിന്നെ അടുത്തത് 1.4 1 4 കറക്റ്റ്. പിന്നെ 1 5 1 6 കറക്റ്റ് 1 6. ഇനി 2 വെച്ചിട്ടുള്ളത് പറ. 2 വെച്ച് 2 1 2 1 പറ്റത്തില്ല. 2 1 എങ്ങനെയാ പറ്റുന്ന? 1/2 ആകത്തില്ലയോ? ഫ്രാക്ഷൻ വരരുത്. പിന്നെ 1 2 2 2 2 2 കറക്റ്റ് 2 2 പിന്നെ 2 2 3 ഡിവിസിബിൾ ആണോ? 3/2 ഇല്ല. അപ്പൊ അത് പറ്റത്തില്ല. പിന്നെ 2 4 2 4 കറക്റ്റ് 2 4 2 6 2 6 ഓക്കെ ഓക്കെ 2 6. അടുത്തത് 2 വെച്ച് കഴിഞ്ഞു. 3 വെച്ച് 3 3 3 3 കറക്റ്റ് 3 3 3 6 അത്രേ ഉള്ളൂ. 4 വെച്ച് പറ. 4 4 4 ഓക്കെ വെരി ഗുഡ്. 4 4 5 5 വെച്ച് 5 5 6 6 ഓക്കെ കറക്റ്റ് 6 6. അപ്പൊ ഇതാണ് റിലേഷൻ റോസ്റ്റർ ഫോമിലുള്ള റിലേഷൻ ഇതാണ്. ഇത് റിഫ്ലെക്സീവ് ആണോ നോക്കിയേ. ഒരു സെറ്റിനകത്ത് 6 എലമെന്റ്സ് ആണെങ്കിൽ അതിന് ഓരോന്നിനും അതിനോട് തന്നെ റിലേഷൻ ഉണ്ട്. അതാണ് റിഫ്ലെക്സീവ്. 1 1 2 2 3 3 അങ്ങനെ അതിനോട് തന്നെ റിലേഷൻ ഉണ്ട്. അതാണ് റിഫ്ലെക്സീവ്. അപ്പൊ അത് ഇതിലുണ്ടോ നോക്കിയേ. ഓരോന്നും അതിനോട് തന്നെ ഉണ്ടോന്ന്. 1 1 2 2 3 3 അങ്ങനെ 6 6 വരെ ഉണ്ടോ നോക്ക്. മനസ്സിലായില്ല. അതായത് നമ്മള് ഒരു സെറ്റിനകത്ത് 6 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് റിഫ്ലെക്സീവ് ആകണമെങ്കിൽ എഴുതുന്ന റിലേഷനിൽ 1 1 2 2 3 3 4 4 5 5 6 6 ഇത്രേ അതിനകത്തുണ്ടെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്. അതുണ്ടോ നോക്കിക്കേ ഇതില്. 1 1 2 2 3 3 4 4 5 5 ഉണ്ട്. കറക്റ്റ്. അപ്പൊ നമ്മൾ പറയും R ഈസ് റിഫ്ലെക്സീവ്.
R റിഫ്ലെക്സീവ് ആണ്. പോസിറ്റീവായിട്ടാണ് ഒരു കാര്യം എഴുതുന്നതെങ്കിൽ റീസൺ വേണ്ട. നമ്മൾ മറ്റേ എഴുതിയതുപോലെ സിൻസ് എന്നും പറഞ്ഞൊന്നും എഴുതണ്ട. ഇത് റിഫ്ലെക്സീവ് ആണ്. ഇനി സിമെട്രിക് ആണോ നോക്കണം. സിമെട്രിക് നോക്കുമ്പം AB സെയിം ആയിട്ടുള്ളത് നോക്കരുത്. 1 2 ഉണ്ട് എങ്കിൽ 2 1 വേണം. 1 3 ഉണ്ടെങ്കിൽ 3 1 വേണം. അങ്ങനെ നോക്കുമ്പോ അത് സിമെട്രിക്. 1 2 ഉണ്ട് 2 1 വേണം. 1 3 ഉണ്ട് 3 1 വേണം. ഇങ്ങനെ തിരിച്ചുള്ള എല്ലാ പേഴ്സും ഉണ്ടെങ്കിൽ അത് സിമെട്രിക് ആണ്. അപ്പൊ സിമെട്രിക് ആണോ നോക്കിയേ. 1 2 ഉണ്ട് 2 1 ഉണ്ടോ? 1 2 ഉണ്ട് 2 1 ഉണ്ടോ നോക്കണം. 2 1 ഇല്ല. ഇല്ല. അപ്പം ഒരു പെയർ പോലും ഒരെണ്ണം എങ്കിലും ഇല്ലെങ്കിലും അത് ട്രാൻസിറ്റീവ് അല്ല. 1 3 ഉണ്ട് 3 1 വേണം. 1 4 ഉണ്ട് 4 1 വേണം. അപ്പൊ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് R ഈസ് നോട്ട് സിമെട്രിക്. R ഈസ് നോട്ട് സിമെട്രിക്. സിമെട്രിക് അല്ല. R ഈസ് നോട്ട് സിമെട്രിക്. റീസൺ സിൻസ് 1 2 element in R. 1 2 ഉണ്ട് but 2 1 not an element in R. But 2 1 not an element in R. 1 2 ഉണ്ട് പക്ഷെ 2 1 ഇല്ല. അതുകൊണ്ട് തന്നെ ഒരെണ്ണത്തിന് മാത്രം തിരിച്ചുള്ളത് എഴുതിയാൽ മതി. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കുക. 1 1 ഉണ്ട്. അപ്പൊ 1 തുടങ്ങുന്ന അടുത്ത പേർ 1 2 ഉണ്ട്. അപ്പൊ 1 2 അവിടെ ഉണ്ട്. മൂന്നാമതൊരു പേർ വരാത്തത് ഇത് രണ്ട് സെയിം ആയതുകൊണ്ടാണ്. 1 2 ഉണ്ട് 2 തുടങ്ങുന്ന 2 2. അപ്പൊ 1 2 ഉണ്ട്. അത് ഓക്കെ. 1 2 2 4 ഉണ്ട് 1 4 ഉണ്ട്. 1 2 2 6 ഉണ്ട് 1 6 ഉണ്ട്. അങ്ങനെ എല്ലാം നോക്കുമ്പം 3 3 ഉണ്ട് 3 6 ഉണ്ട്. അപ്പൊ 3 6 ഉണ്ട്. അങ്ങനെ 1 4 4 4 1 4 ഉണ്ട്. ഇങ്ങനെ ഏത് കേസും എ ബിയും ബി സിയും ഉണ്ട് എങ്കിൽ AC അവിടെ വരുവാണെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ പറയാം R ഈസ് ട്രാൻസിറ്റീവ്. ഇത് ട്രാൻസിറ്റീവ് ആയതിന്റെ റീസൺ എ ബിയും ബി സിയും ഉണ്ട്. അപ്പൊ AC-യും അവിടെ ഉള്ളത് കൊണ്ട് അത് ട്രാൻസിറ്റീവ് ആണ്. അപ്പം ഇവിടെ റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്. സിമെട്രിക് കൂടെ ആയിരുന്നെങ്കിൽ അത് ഇക്വലൻസ് ആയേനെ. അപ്പൊ ഇത് ഇക്വലൻസ് റിലേഷൻ അല്ല. അപ്പൊ ഇവിടെ ഇത് ഇക്വലൻസ് അല്ലാത്തതിന്റെ റീസൺ ഒരെണ്ണം സിമെട്രിക് അല്ല. അതാണ് ഇക്വലൻസ് റിലേഷൻ. ഇക്വലൻസ് റിലേഷൻ. ഓക്കെ ആണോ നോക്കിക്കേ. ഇക്വലൻസ് റിലേഷൻ ട്രാൻസിറ്റീവ് രണ്ട് ഇതിന്റെ നോക്കിയാൽ മാത്രം നോക്കിയാൽ പോരെ? മതി മതി. ഇത് ഇങ്ങനെ നോക്കിയാൽ മതി. രണ്ട് പെയർ വരുമ്പം ഈ എ ബിയും ബി സിയും എന്ന് പറഞ്ഞ ബി സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത പെയർ ഉണ്ടെങ്കിൽ AC വേണം. നമ്മൾ ഇവിടെ നോക്കുമ്പം 1 3 3 6. അപ്പൊ 1 6 വേണം. അതുണ്ട്. 1 3 3 3 1 3 അവിടെ ഉണ്ട്. അപ്പൊ രണ്ട് സെയിം ആണ്, ഒരു പെയർ അവിടെ വരുവുള്ളൂ. അപ്പൊ അത് അങ്ങനെ നോക്കുമ്പോ അത് എന്താണ് ട്രാൻസിറ്റീവ് ആണോന്ന് ഉള്ളത് ക്ലിയർ ആവും. അടുത്ത കേസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കണ്ടീഷണൽ അല്ല, കോമ്പിനറ്റോറിയൽ പ്രോബബിലിറ്റി. കോമ്പിനറ്റോറിയൽ പ്രോബബിലിറ്റി എന്നാണ് ഹെഡിങ്. കോമ്പിനറ്റോറിയൽ പ്രോബബിലിറ്റി ബേസിക് ഐഡിയ ഉള്ളൂ പ്രോബബിലിറ്റിയുടെ. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാല് അതിന്റെ ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ടെക്സ്റ്റില്. ചാൻസ് അല്ലെ സാധ്യത എന്നാണ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പം. ഇപ്പൊ നമ്മള് എന്ത് കാര്യത്തിനൊരു ചാൻസ് പറയുന്നത് പോലെ തന്നെ പ്രോബബിലിറ്റിയിൽ നമ്മൾ പറയുന്നത് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ റിസൾട്ട് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെരിമെന്റ് ആണ് റാൻഡം എക്സ്പെരിമെന്റ്.
അതായത് ആൻസേഴ്സ് ആയിട്ട്, ആൻസർ എന്ന് പറഞ്ഞാൽ ഔട്ട്കം എന്നാണ് ഇതിൽ പറയുന്നത്. അത് ഒന്നിലധികം സൊല്യൂഷൻ വരുന്നത്, ഒന്നിലധികം ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പം ഒരു കോയിന് രണ്ട് ഫേസ് ആണുള്ളത്, ഹെഡും വരാം ടെയിലും വരാം. അപ്പൊ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പം ഹെഡ് വരാം അല്ലെ ടെയില് വരാം, ഹെഡ് അല്ലെ ടെയില് വരാം. അപ്പൊ ഹെഡ് വരുവോ ടെയില് വരുവോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള എക്സ്പെരിമെന്റ് ആണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ. അതിന് മോർ ദാൻ വൺ സൊല്യൂഷൻ ആണുള്ളത്, മോർ ദാൻ വൺ സൊല്യൂഷൻ, ഒന്നിലധികം സൊല്യൂഷൻസ് ആണുള്ളത്, ഔട്ട്കം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള എക്സ്പെരിമെന്റിൽ നിന്നും നമ്മൾ സൊല്യൂഷൻ എഴുതുമ്പം അതെല്ലാം കൂടി ചേർത്ത് വരുന്ന സെറ്റിന്റെ പേര്, ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞത് എ കോയിൻ ഈസ് ടോസ്ഡ്, എ കോയിൻ ഈസ് ടോസ്ഡ്, ഒരു കോയിൻ ടോസ് ചെയ്തു. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് ഹെഡ് വരാം ടെയില് വരാം, ഈ രണ്ടെണ്ണവേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതിന്റെ കളക്ഷൻ സെറ്റായിട്ട് എഴുതുന്നതിന്റെ പേരാണ് സാമ്പിൾ സ്പേസ്. നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് പഠിച്ചതുപോലെ എല്ലാം കൂടി ചേർത്ത് എഴുതുന്നതാണ് സാമ്പിൾ സ്പേസ്. അപ്പൊ ഇതൊരു സാമ്പിൾ സ്പേസ് ആണ്. അപ്പം ഈ ആൻസർ എല്ലാം കൂടി ഏത് വരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത കേസിൽ ഏതൊക്കെ വരുമോ അതിന്റെ കളക്ഷനായിട്ട് എഴുതുന്നതാണ് സാമ്പിൾ സ്പേസ്. അപ്പൊ ഇതിനകത്ത് വരുന്ന ഓരോ സബ്സെറ്റും, സെറ്റ് എച്ച് ഒരു സബ്സെറ്റ് ആണ്, സെറ്റ് ടി ഒരു സബ്സെറ്റ് ആണ്. അതിന്റെ പേരാണ് ഇവന്റ്സ് എന്ന് പറയും. അപ്പൊ സാമ്പിൾ സ്പേസ് ഇത് മൊത്തത്തിലുള്ള കളക്ഷൻ ഇവന്റ്സ് എന്ന് പറയും. ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ എനി സബ്സെറ്റ്, സാമ്പിൾ സ്പേസിന്റെ ഏതൊരു സബ്സെറ്റ് ഇവന്റ് ആണ്. അപ്പോ ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി അല്ലെ ചാൻസ് എന്ന് പറഞ്ഞാൽ അത് എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുണ്ടോ അത് ബൈ സാമ്പിൾ സ്പേസിന്റെ എണ്ണമാണ്. അപ്പൊ ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ടു ആൻ ഇവന്റ് എ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്നാണ്. അതിൽ എത്ര പ്രാവശ്യമാണ് ഒക്കർ ചെയ്യുന്നത് ബൈ സാമ്പിൾ സ്പേസിന്റെ എണ്ണം. അപ്പൊ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പം രണ്ട് ഔട്ട്കംസ് ആണ് വരുന്നതെന്ന് അറിയാം, ഹെഡ് വരാം ടെയില് വരാം. അപ്പൊ ഇതിനകത്ത് ഹെഡ് വരാനുള്ളതിന്റെ ചാൻസ് അല്ലെ ടെയില് വരാനുള്ളതിന്റെ ചാൻസ്, കോയിൻ ടോസ് ചെയ്യുമ്പം ഹെഡ് വരാം അല്ലെ ടെയില് വരാം. ഹെഡ് വരാനുള്ളതിന്റെ ചാൻസ് എന്ന് പറഞ്ഞാൽ, ഹെഡ് ഒരു പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പം ഒരു പ്രാവശ്യം ഹെഡ് വരാം അല്ലെ വരാതിരിക്കാം, പക്ഷെ വരാനുള്ളതിന്റെ ചാൻസ് 1 1/, മൊത്തത്തിലുള്ള ഔട്ട്കംസ് 2. ടെയില് വരാനുള്ളതിന്റെ ചാൻസും 1/2 ആണ്. ഹെഡ് വരാനുള്ളത് 1/2, ടെയില് വരാനുള്ളതും 1/2 ആണ്. വേറെ ഒന്നുകൂടെ ഞാൻ പറയാം. എ കോയിൻ ഈസ് ടോസ്ഡ് 2 times. എ കോയിൻ ഈസ് ടോസ്ഡ് 2 times. എ കോയിൻ ഈസ് ടോസ്ഡ് 2 times. അല്ലെങ്കിൽ ഇത് തിരിച്ചു പറയാം, 2 coins ആർ ടോസ്ഡ്. തിരിച്ചും മറിച്ചും പറയാൻ ശ്രദ്ധിക്കാം. ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ തിരിച്ചാലോചിക്കണം, 2 coins ആർ ടോസ്ഡ് വൺസ് എന്നാണ്. ഒരേ സമയം 2 കോയിൻ ടോസ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഒരു കയ്യിൽ ഒരു ഹെഡും ടെയിലും ഉള്ള കോയിൻ ഉണ്ട്, മറ്റേതിൽ ഹെഡും ടെയിലും ഉണ്ട്. അപ്പൊ 2 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്യുമ്പം ഏതൊക്കെ ഔട്ട്കംസ് വരാം, ഔട്ട്കം എന്ന് പറഞ്ഞാൽ ആൻസർ എന്നാണ്. 2 കോയിൻ ഒരുമിച്ച് എറിയുമ്പം ഇത് ഹെഡും ടെയിലും ഉണ്ട്, ഇവിടെ ഹെഡും ടെയിലും ഉണ്ട്, ഏതൊക്കെ ഔട്ട്കംസ് വരാം, ആൻസർ ഏതൊക്കെ വരാം 2 കോയിൻ ഒരുമിച്ച് എറിയുമ്പം? ആദർശേ പറയാവോ? ആദർശേ, ആർച്ച,
പറഞ്ഞേ ആദർശ്, 2 കോയിൻ ഒരുമിച്ച് എറിയുമ്പോ ഏതൊക്കെ ഔട്ട്കംസ് വരും? ആ കറക്റ്റ്. ആ പറയൂ. 2 ഹെഡ് വരാം. പിന്നെ വെരി ഗുഡ്. ഹെഡും ടെയിലും. തിരിച്ചും വരാം. ആദ്യത്തേത് ടെയില് വരാം, രണ്ടാമത്തെ ഹെഡ് വരാം. ആദ്യത്തെ ടെയില് വരാം, രണ്ടാമത്തെയും ടെയില് വരാം. കറക്റ്റ്. അപ്പൊ ഒരു കോയിൻ 2 പ്രാവശ്യം, അതിന് മൈക്ക് ഓഫ് ചെയ്തു. ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്യുമ്പം 4 ഔട്ട്കംസ് ആണ് വരിക. രണ്ടും ഹെഡ് വരാം, ഹെഡും ടെയിലും വരാം, ടെയിലും ഹെഡും വരാം, രണ്ടും ടെയില് വരാം. അപ്പൊ ഇതിനകത്ത് ഈ കേസിനകത്ത് ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് അറ്റ് മോസ്റ്റ് 1 ഹെഡ്? വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് അറ്റ് മോസ്റ്റ് 1 ഹെഡ്? വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് അറ്റ് ലീസ്റ്റ് 2 tail? At least 2 tail. What is the probability that exactly 1 head? Exactly 2 head. Exactly 2 head. ഈ പ്രോബബിലിറ്റി 3 വേർഡേ ഉപയോഗിക്കത്തുള്ളൂ: അറ്റ്മോസ്റ്റ്, അറ്റ്ലീസ്റ്റ്, എക്സാക്ട്ലി. ഇനി ക്വസ്റ്റ്യനകത്ത് ഒന്നും പറയുന്നില്ലെങ്കിൽ അത് എക്സാക്ട്ലി ആണ്. അപ്പൊ അറ്റ്മോസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞാൽ, അറ്റ്മോസ്റ്റ് 1 ഹെഡ് എന്ന് പറയുമ്പം മാക്സിമം 1 ഹെഡ് വരെ എന്നാണ്. അറ്റ്മോസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം 1 ഹെഡ് വരെ. മാക്സിമം 1 ഹെഡ് എന്ന് പറയുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സിമം 1 ഹെഡ് എന്ന് പറയുമ്പം 1 ഹെഡ് വരെ വരുവുള്ളൂ. പിന്നെ താഴോട്ടാണ് പോകേണ്ട. അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോ അങ്ങേയറ്റം ആ പറയുന്നത് വരെ താഴോട്ട് എടുക്കണം. 1 ഹെഡ്, 0 ഹെഡ്, ഇങ്ങനെയാണ് അതിന്റെ പോസിബിലിറ്റി. അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ 2 ഹെഡ് വരെ പോകത്തുള്ളൂ. താഴോട്ടപ്പൊ ഓർക്കണം. 2 ഹെഡ്, 1 ഹെഡ്, 0 ഹെഡ്, ഇങ്ങനെയാണ് ഓപ്ഷൻസ്. അപ്പൊ അറ്റ്മോസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം 1 ഹെഡ് വരെ, മാക്സിമം 1 ഹെഡ് വരെ. അപ്പൊ 1 ഹെഡ് ഉള്ളതെല്ലാം എടുക്കണം, ഹെഡ് ഇല്ലാത്തതും എടുക്കണം. അത് വിട്ടുപോകരുത്. 1 ഹെഡ് ഉള്ളതെല്ലാം, 1 ഹെഡ് ഉള്ളതെല്ലാം. ഒറ്റ ഹെഡ് ഉള്ളത് മാത്രം പറഞ്ഞേ, ഒറ്റ ഹെഡ് ഉള്ളത് മാത്രം. 1 ഹെഡും വേണം, ഹെഡ് ഇല്ലാത്തതും വേണം. പറ, 1 ഹെഡ് മാത്രം ഉള്ളത്, ഒറ്റ ഹെഡ് മാത്രം. ഇത് 2 ഹെഡാണ്, കണ്ടോ? ഇതൊരു ഗ്രൂപ്പാ. ഇതിനകത്ത് 1 ഹെഡേ ഉള്ളൂ, ഇവിടെ 1 ഹെഡേ ഉള്ളൂ. അപ്പൊ 1 ഹെഡ് ഉള്ളതെന്ന് പറയുമ്പോ HT ഉണ്ട്, TH ഉണ്ട്. 0 ഹെഡ് എന്ന് പറയുമ്പോ ഹെഡ് ഇല്ലാത്തത്. ഹെഡ് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ടെയില് മാത്രം. ഹെഡ് ഇല്ലാത്തതെന്ന് പറയുമ്പോൾ ടെയില് മാത്രം, ഹെഡ് ഇല്ല. അത് എത്ര എണ്ണം ആണെന്ന് നോക്കണം. 3 എണ്ണം. മൊത്തത്തിലുള്ള ഔട്ട്കംസ് 1, 2, 3, 4, 4 എണ്ണമാണ്. ഇതാണ് പ്രോബബിലിറ്റി. കണ്ടോ? 3/4. അങ്ങനെയാണ് കാണേണ്ടത്. അറ്റ്ലീസ്റ്റ് 2 tail. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം അതെങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് 2 tail എന്ന് പറയുമ്പോൾ കുറഞ്ഞത് അതെങ്കിലും. അപ്പൊ 2 tail വേണം, മിനിമം അതെങ്കിലും. അത് തൊട്ട് മുകളിലോട്ടാണ് പോകുന്നത്. 2 tail, 3 tail, അങ്ങനെയാണ് പോസിബിലിറ്റി. ഇത് 2 tail മാത്രമേ ഉള്ളൂ. മേളിലോട്ട് പോകാൻ 3 tail ഇല്ല. അറ്റ്ലീസ്റ്റ് 2 tail എന്ന് പറഞ്ഞാൽ മിനിമം 2 tail എങ്കിലും. അപ്പൊ 2 tail ഉള്ളത് വേണം, 3 tail ഉള്ളത് വേണം. അങ്ങനെ മുകളിലോട്ടാണ് പോകേണ്ടത്. ഇവിടെ നോക്കിയപ്പോ 2 tail മാത്രമേ ഉള്ളൂ, ബാക്കി 3 tail എടുക്കാനില്ല. അപ്പൊ ഒരെണ്ണം മാത്രം, 1/4. 1/4. എക്സാക്ട്ലി 2 ഹെഡ് എന്ന് പറഞ്ഞാൽ പറയുന്നത് മാത്രം. എക്സാക്ട്ലി 2 ഹെഡ് എന്ന് പറയുമ്പോൾ കറക്റ്റ് 2 ഹെഡ് ഉള്ളത് മാത്രം. 2 ഹെഡ് ഉള്ളത് ഒരെണ്ണമാണ് ഉള്ളത്. അപ്പൊ പ്രോബബിലിറ്റി 1/4. ഇങ്ങനെയാണ് പ്രോബബിലിറ്റി കാണുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. എ ഡൈ ഈസ് ത്രോൺ. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്. എ ഡൈ ഈസ് ത്രോൺ. ഡൈ എന്ന് പറഞ്ഞാൽ ഓർക്കണം. പറയൂ. 3/4 വന്നത് എങ്ങനെയാ? ഫസ്റ്റ് വന്നത് മോസ്റ്റ് എന്ന് പറഞ്ഞാൽ അറ്റ് ദി മോസ്റ്റ് എന്നും പറയും. മാക്സിമം അവിടെ വരെ, ഈ പറയുന്നത് എവിടെയാണോ അങ്ങേ അറ്റം വരെ ഉള്ളതാണ് എടുക്കേണ്ടത്. അതിന്റെ താഴോട്ടുള്ളതെല്ലാം എടുക്കണം.
അറ്റ്മോസ്റ്റ് 2 tails എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് 2 tails എന്ന് പറയുമ്പോൾ 2 tail എടുക്കണം, 1 tail എടുക്കണം, 0 tail എടുക്കണം. താഴോട്ടാണ് പോകുന്നത്. കണ്ടോ, കുറഞ്ഞു കുറഞ്ഞു വരണം. അറ്റ്മോസ്റ്റ് 1 head എന്ന് പറഞ്ഞാൽ 1 head എടുക്കണം, പിന്നെ കുറയുമ്പോ 0 ആണ് വരിക. 0 head എടുക്കണം. 0 head എന്ന് പറയുമ്പോൾ ഹെഡ് ഇല്ല, ടെയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ 3 ഒരു ഹെഡ് ഉള്ളത് ഏതൊക്കെ? HT ഉണ്ട്, TH ഉണ്ട്. അപ്പൊ ഹെഡ് ഇല്ലാത്തത് ഏതാ? TT. അങ്ങനെയാണ് 3 വന്നത്. കണ്ടോ, TT 3 ഹെഡ് ഉള്ളത് ഒരെണ്ണം അല്ലേ? അല്ലടാ, ഹെഡ് ഉള്ളത് 2. HT ഒരു ഹെഡ് അല്ലേ? HT ഒരു ഹെഡ്, TH ഒരു ഹെഡ്. ഹെഡ് ഇല്ലാത്തത് 2 ടെയില്. കണ്ടോ? അപ്പൊ 3 3/4. 3/4 ഇതിനെ ഇവിടെ നോക്കിയേ. അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പോസിബിലിറ്റി വരാം? അറ്റ്മോസ്റ്റ് 2 ഹെഡ്. അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോ അങ്ങേയറ്റ ഈ പറയുന്നത് വരെ താഴോട്ട് പറയണം. പറ. അറ്റ്മോസ്റ്റ് അങ്ങേയറ്റ 2 ഹെഡ് വരെ ഏതൊക്കെ വരും? 2 ഹെഡ്, 2 ഹെഡ്, പിന്നെ കറക്റ്റ്, 1 ഹെഡ്, 0 ഹെഡ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ അതിൽ ചെയ്തിരിക്കുന്ന സാമ്പിൾ സ്പേസിൽ നിന്ന് 2 ഹെഡ് ഉള്ളതെല്ലാം എടുക്കണം, 1 ഹെഡ് ഉള്ളതും എടുക്കണം, ഹെഡ് ഇല്ലാത്തതും എടുക്കണം. അതാണ് അറ്റ്മോസ്റ്റിന്റെ മീനിങ്. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടം തൊട്ട് മുകളിലോട്ട് പോകണം. എത്ര വരെയാണോ അറ്റ്ലീസ്റ്റ് 1 ടെയിൽ എന്ന് പറഞ്ഞാൽ 1 ടെയില്, 2 ടെയില്, 3 ടെയിൽ, അങ്ങനെ എത്രയാണോ അവിടെ വരെ പോണം. ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ല എക്സാക്ട്ലി എന്നാണ് അർത്ഥം. നമുക്ക് ചെയ്യുമ്പോ അതെ, പ്രോബിലിറ്റി എന്ന് പറയുമ്പോ എത്ര പ്രാവശ്യം അവിടെ വരുന്നതിന്റെ എണ്ണം ബൈ സാമ്പിൾ സ്പേസിന്റെ എണ്ണം എഴുതണം. എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നു? സാമ്പിൾ സ്പേസ് 4 അപ്പൊ ഏത് ചെയ്താലും അതേ ബൈ മൊത്തത്തിലുള്ള എണ്ണം. 1,00,000 പേർക്കാണ് ലോട്ടറി വിൽക്കുന്നതെങ്കിൽ അതിൽ ഒരാൾക്ക് ലോട്ടറി അടിക്കാനുള്ള ചാൻസ് 1/1 lakh ആണ്. 1,00,000-ൽ ഒരാൾക്ക് മാത്രമാണ് ചാൻസ്. 2 പേർക്കാണ് ലോട്ടറി അടിക്കാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ 2/1 lakh ആണ്. അപ്പൊ താഴെ വരുന്നത് ടോട്ടൽ. മുകളിൽ എത്രയാണോ ഒക്കർ ചെയ്യുന്നത് അതാണ് മുകളിൽ വരിക. ഡൈ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കളിക്കുന്ന ഏണിയും പമ്പിന്റെ കട്ട പോലത്തെ അതാണ്. അതില് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4, 5, 6 അടങ്ങിയ ഒരു കട്ടയാണ്. അപ്പൊ എ ഡൈ ഈസ് ത്രോൺ. അപ്പൊ ഇതിൽ പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ നമ്പർ ലെസ് ദാൻ 7, എ നമ്പർ ലെസ് ദാൻ 7. അതൊന്ന്. ബി എ നമ്പർ ഗ്രേറ്റർ ദാൻ 7, ഗ്രേറ്റർ ദാൻ 7. സി എ മൾട്ടിപ്പിൾ ഓഫ് 3, a multiple of 3, multiple of 3. D a number less than 4, less than 4. F an even number, an even number greater than 4, even number greater than 4. ഈ ആണിത്. എഫ് അല്ലെ, ഇത്രയും മതി, ഇതിന് കുറെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന അതൊന്നും അല്ല. കണ്ടുപിടിക്കേണ്ടത് എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി, ഇ ഇന്റർസെക്ഷൻ സി, എ മൈനസ് സി, ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് തന്നത്. അപ്പൊ ഇതില് ആദ്യം ഇതെല്ലാം എന്താണെന്ന് എഴുതണം. എ ഡൈ ഈസ് ത്രോൺ. ഒരു ഡൈ ഒരു പ്രാവശ്യം എറിയുമ്പം ഡൈയിലെ നമ്പേഴ്സ് ഏതൊക്കെയാ? ഡൈയില് ഏണിയും പമ്പിന്റെയും കട്ടയിൽ വരുന്ന നമ്പേഴ്സ് 1 തൊട്ട് 6 വരെയുള്ള നമ്പേഴ്സ് ആണ്. അപ്പൊ 1 വരാം, 2 വരാം, 3, 4, 5, 6 ഇത്രയാണ് നമ്പേഴ്സ് വരിക. ക്യാപിറ്റൽ ലെറ്റർ എ പറയുന്നത് ഇതിനകത്തുനിന്ന് വേണം എഴുതാൻ. എ നമ്പർ ലെസ് ദാൻ 7 പറഞ്ഞേ. 7 താഴെ ഇതാണ് മൊത്തം. എ നമ്പർ ലെസ് ദാൻ 7 പറ. 7 താഴെയുള്ള നമ്പേഴ്സ് 1, 2, 3, 4, 5, 6. ബി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 7. 7 വലിയ നമ്പേഴ്സ്.
ഇതിൽ നോക്കണേ, സാമ്പിൾ സ്പേസിൽ നോക്കണം. 7ൽ വലിയ നമ്പേഴ്സ് ഉണ്ടോ എന്ന് നോക്കിയേ. ഇതില് 7നേക്കാട്ടി വലിയ ഇല്ലാത്തോണ്ട് നൾ സെറ്റ്. സി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 3, 3യുടെ മൾട്ടിപ്പിൾ പറയുന്നു. 3 6 കറക്റ്റ്. ഡി ലെസ് ദാൻ 4, 4 കുറവ്. 4 പറഞ്ഞില്ല, 4 കുറവ്. 1 2 3 കറക്റ്റ്, അത്രേ ഉള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണേലേ 4 വരത്തുള്ളൂ. അപ്പൊ 4 കുറവ്. ഇ എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ, 4 വലിയ ഈവൻ നമ്പർ, ഗ്രേറ്റർ ദാൻ 4, 4 വലിയ ഈവൻ നമ്പർ 6. അപ്പൊ ഇത്ര ഇതില് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ അറിയാം. എ യൂണിയൻ ബി, എയും ബിയുടെ മൊത്തത്തില് എ യൂണിയൻ ബി. എ യൂണിയൻ ബി. ഹർഷിത ഉണ്ടോ? ഹർഷിത ക്ലാസ്സിൽ ഇല്ലെന്ന് തോന്നുന്നു. ഓൺ ചെയ്ത് വെച്ചിട്ട് വേറെ വർക്കായിരിക്കും. ജെബിനെ പറയടാ. ഇവിടെ 1-2 കുട്ടികളെ ഉള്ളൂ ആക്റ്റീവ് ആയിട്ടുള്ളത്. എ യൂണിയൻ ബി പറ. എയും ബിയുടെ മൊത്തം 1 2 3 4 5 6. ഇത് നൾ സെറ്റ് ആണ്. അപ്പൊ ഇതിൽ എഴുതണ്ട. എ ഇന്റർസെക്ഷൻ ബി, എയിലും ബിയിലും കോമൺ, 2ലും കോമൺ ആയിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നൾ സെറ്റ്. എ മൈനസ് സി പറഞ്ഞേ. എ മൈനസ് സി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പറഞ്ഞേ. എ മൈനസ് സി ഓർക്കുന്നോ? എ 2ലും കോമൺ വരുന്നത് കളഞ്ഞിട്ട് ഫസ്റ്റിലുള്ളത്, കോമൺ വരുന്ന കളഞ്ഞിട്ട് ഫസ്റ്റിലുള്ളത് പറ. എ മൈനസ് സി. 1 2 കറക്റ്റ്. 1 2 4 5. വെരി ഗുഡ്. 1 2 4 5 കറക്റ്റ്. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്. ഇത് പ്രോബബിലിറ്റി ഒരുപാടുണ്ട്. കണ്ടീഷണൽ പ്രോബിലിറ്റി ഉണ്ട്, ഇൻഡിപെൻഡന്റ് ഉണ്ട്. അതൊന്നും നിങ്ങൾക്കില്ല. ബേസിക് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വരിക. ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യം പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞു തന്നില്ല. ഈ സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രം ആണ് വെൻ ഡയഗ്രം. വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രം. റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്. സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രാം എന്ന് പറയുമ്പം ഇപ്പൊ നമ്മൾ കുറെ ഓപ്പറേഷൻസ് പഠിച്ചു. യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ് എല്ലാം പഠിച്ചു. അപ്പം ഒരു സെറ്റിനകത്ത് യൂണിയൻ വെൻ ഡയഗ്രത്തിൽ കാണിക്കാൻ പറഞ്ഞാൽ എല്ലാം കൂടി ചേരുന്ന സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് കാണിക്കുന്നതാണ് റെക്ടാങ്കുലർ ബോക്സ്, ചതുരം പോലെയുള്ളത് കൊടുക്കണം. അതാണ് യൂണിവേഴ്സൽ സെറ്റ്. അതിൽ നിന്നും സബ്സെറ്റ് വരയ്ക്കുമ്പം ഓവൽ ഷേപ്പിൽ വരയ്ക്കണം, മുട്ടയുടെ ഒക്കെ ഷേപ്പ്. അതാണ് സബ്സെറ്റ് വരയ്ക്കുമ്പം ഇങ്ങനെ അകത്ത് സെപ്പറേറ്റ് ചെയ്ത് എഴുതരുത്, രണ്ടും കൂടി ജോയിന്റ് ചെയ്ത് എഴുതാവുള്ളൂ. ഡിസ്ജോയിന്റ് ആയിട്ട് എഴുതരുത്. ജോയിന്റ്, ഒന്നിനകത്ത് ഒന്നേ എഴുതാവുള്ളൂ. എയും ബിയും ഉണ്ട്. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലേം വേണം ബിയിലേം വേണം. വേണ്ടത് മാത്രം ഷെയ്ഡ് ചെയ്യണം. എ വേണം, എ എല്ലാം വേണം, ബിയും എല്ലാം വേണം, നടുക്കത്തെ പോർഷൻ ഉൾപ്പെടെ എല്ലാം വേണം. കാരണം എയും ബിയും മൊത്തത്തിലാണ് യൂണിയൻ. അതാണ് എ യൂണിയൻ ബി. സെറ്റ് വെൻ ഡയഗ്രത്തിൽ കാണിക്കാൻ പറയാം, യൂണിയൻ കാണിക്കാൻ പറഞ്ഞാൽ ഇത്രയും വരച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. ഇനി ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് യു ആണ്. എ ഇന്റർസെക്ഷൻ ബി, എയിലും ബിയിലും എ ഇന്റർസെക്ഷൻ ബി പൊതുവായിട്ട് വരുന്നത്, എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത് ഇത് കണ്ടോ, ഇതാണ് എ ഇന്റർസെക്ഷൻ ബി പൊതുവായിട്ട് വരുന്നത്. അതാണ് എ ഇന്റർസെക്ഷൻ ബി പൊതുവായിട്ട്. പിന്നെ നമ്മൾ എന്തോ പഠിച്ച ഡിഫറൻസ്. എയും ബിയും ഡിഫറൻസ്, എ മൈനസ് ബി ഡിഫറൻസ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അറിയാം, എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത് കളഞ്ഞിട്ട്
ഫസ്റ്റിലുള്ളത്. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത് ഇത് ഇവിടെ, ഇത് കളഞ്ഞിട്ട് ഫസ്റ്റിലുള്ളത് മാത്രം. ഷെയ്ഡ് ചെയ്യുന്ന എങ്ങനെ വേണേലും ഷെയ്ഡ് ചെയ്യാം. ഫസ്റ്റിലുള്ളത് മാത്രം. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന കളഞ്ഞിട്ട് ഫസ്റ്റിലുള്ളത്. യു ബി മൈനസ് എ, എയും ബിയും. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിലും എയിലും കോമൺ ആയിട്ട് വരുന്നത് കളഞ്ഞിട്ട് ഫസ്റ്റിലുള്ളത്. ബിയിലും എയിലും കോമൺ വരുന്ന ഇതാണ്. ഇത് കളഞ്ഞിട്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബി ആണ്. ബിയിലുള്ളത് ബിയില് കണ്ടോ, ഇതൊക്കെ റിപ്പീറ്റഡ് ആണ്. പിന്നെ അടുത്തത് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു എ കോംപ്ലിമെന്റ് അറിയാം. എയിലില്ലാതെ യുവിലുള്ളത് കണ്ടോ, അത് ഇങ്ങനെ എയിലില്ലാതെ യുവിലുള്ളത്, ബാക്കി യുവിലുള്ളത്. എയിലില്ലാതെ യുവിലുള്ളത്. പിന്നെ അടുത്തത് യു എ യൂണിയൻ ബി ദ ഓൾ കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി ദ ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അറിയാം, എ യൂണിയൻ ബിയിൽ ഇല്ലാതെ യുവിലുള്ളത്. ഇത് എ, ഇത് ബി. എ യൂണിയൻ ബിയിൽ ഇല്ലാതെ, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ മൊത്തം വരും, അതിലില്ലാതെ യുവിലുള്ളത്. ഇത് അതിലില്ലാതെ യുവിലുള്ളത്, എ യൂണിയൻ ബിയിൽ ഇല്ലാതെ യുവിലുള്ളത്. യു എയും ബിയും. എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. ഒന്ന് പറയാം അവിടെ ആർക്കേലും, എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. ഇത് പറഞ്ഞ പോലെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോ അതിലില്ലാതെ യുവിലുള്ളത്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഏതാ? ഇത് ഈ നടുക്ക് വരുന്നത്, അതില്ലാതെ ബാക്കി യുവിലുള്ളത്. കണ്ടോ, നടുക്ക് വരുന്നത് ഇല്ലാതെ ബാക്കി യുവിലുള്ളത്, ഇതില്ലാതെ ബാക്കി യുവിലുള്ളത് ഉണ്ട്. അതാണ്, ഇത്രയാണ് മെയിൻ ആയിട്ട് വെൻ ഡയഗ്രം ചോദിക്കുന്നത്. വെൻ ഡയഗ്രം മെയിൻ ആയിട്ട് വരുന്നതാണ് അത്രയും. വെൻ ഡയഗ്രം. പിന്നെ വേറെ പറയാം. പിന്നെ നിങ്ങക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞത്, അപ്പം ഒരു കാര്യം അതില് ചെയ്യാനുണ്ടായിരുന്നു, പറയാം. ഇതിനകത്ത് ഷുവർ ക്വസ്റ്റ്യൻ ഒരെണ്ണം പറയാം. ബൂളിയൻ ആൾജിബ്ര ആൻഡ് സർക്യൂട്ട്സിന്റെ പോർഷൻ. സർക്യൂട്ട്സില് നമ്മള് സാധാരണ വരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ലോജിക് സർക്യൂട്ട്സ് 3 എണ്ണമാണ്. ഓർ ഗേറ്റ്, ആൻഡ്, നോട്ട് ഗേറ്റ്. അപ്പൊ അതില് ആൻഡ് നമ്മളിപ്പം മറ്റേ ഡിസ്ക്രീറ്റ് മാത്സ് പഠിച്ചതുപോലെ ട്രൂത്ത് ടേബിൾ, ആൻഡ്, ഓർ, നോട്ടൊക്കെ പഠിച്ചതുപോലെ തന്നെ ഇതിനകത്ത് ഇപ്പൊ ആദ്യത്തേത് ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പം അത് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഫോമിലാണ് അത് ഡി പോലെ ഇങ്ങനെ ഇരിക്കും. ആൻഡ് ഗേറ്റ് അതായത് 2 ഇൻപുട്ട് കൊടുക്കുമ്പം 2 വേരിയബിൾ x1 x2 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റിലൂടെ കടക്കുമ്പം അത് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, x1 ആൻഡ് x2. കണ്ടോ, ഇതാണ് ആൻഡ് ഗേറ്റ്. ഈ സിമ്പൽ വരുന്നത് ആൻഡ് ഗേറ്റ്. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഇതാണ് ഓർ ഗേറ്റ്. അതില് x1 x2 അത് ചേർത്ത് വന്നാൽ അത് x1 ഓർ x2 അതാണ് ഓർ ഗേറ്റ്. പിന്നെ അടുത്തത് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ
നോട്ട് ഗേറ്റിൽ ഇത് ഇവിടെ ഇങ്ങനെ വരും. നോട്ട് ഗേറ്റ് അതില് ഒരു വേരിയബിള് ഇൻപുട്ട് കൊടുത്താൽ അതിന്റെ കോംപ്ലിമെന്റ് എക്സ് കോംപ്ലിമെന്റ് നോട്ട് ചേർത്ത് വന്നാൽ അതാണ് ഈ 3 എണ്ണം അറിയണം. ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ടെക്സ്റ്റ് ബുക്കില് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അതിന്റെ ഔട്ട്പുട്ട് എഴുതാൻ പറഞ്ഞ് ഈ ആൻസർ വരുന്നതാണ് ഔട്ട്പുട്ട് എഴുതാൻ പറഞ്ഞാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യന്റെ ഇതാണ്. ഇത് ഇങ്ങനെ ഒരു ഫിഗർ തന്നു. താഴെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരെണ്ണം തന്നു. ഇതിന്റെ ആൻസർ എഴുതണം. ഇതാണ് ആൻസർ, ഇതാണ് ഉത്തരം വരുന്നത്. ഇവിടെ ആൻസർ പോണം. അപ്പൊ ഇവിടെ വീണ്ടും തന്നിട്ടുണ്ട് 2 ഇൻപുട്ട് അവിടെ നമ്മൾ ചെയ്യണം. ഇവിടെ 2 ഇൻപുട്ട് കൊടുത്തു. ഇത്രയും ഫിഗറിന്റെ അകത്തുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്യണം. ഇവിടെ ഇപ്പൊ 2 ഇൻപുട്ട് കൊടുത്തു. ഇപ്പൊ x1ഉം x2. അവിടെ കൊടുക്കുന്ന ഇൻപുട്ട് താഴെ കൊടുക്കരുത്. 2 എണ്ണം അവിടെ കൊടുത്തു. ഇത് ഏത് ഗേറ്റാ? ഇതേതാന്ന് പറഞ്ഞേ? ഓർ കറക്റ്റ്. അപ്പൊ അതിവിടെ x1 ഓർ x2 ആയി. വേറെ 2 ഇൻപുട്ട് ഇവിടെ കൊടുക്കണം. x3 x4. അപ്പൊ ഇതിന്റെ കൂടെ പാസ്സാവുമ്പോ ഇങ്ങോട്ട് പോരുന്ന എങ്ങനെയാന്ന് പറഞ്ഞേ? ഇത് എൻട്രി ആവുമ്പോ x3 x4 ഏത് ഗേറ്റാ? ശരിയാ, ആൻഡ്. അപ്പൊ ഇവിടെ x3 ആൻഡ് x4. അത് നോട്ട് ഗേറ്റ് കടന്നപ്പോഴോ? ഒരു വേരിയബിൾ ഒരു നോട്ട് ഗേറ്റ് കടന്നാൽ അതിന്റെ കോംപ്ലിമെന്റ് ആവും. അപ്പൊ x3 ആൻഡ് x4 ഇവിടെ കടന്നപ്പം x3 ആൻഡ് x4 കോംപ്ലിമെന്റ് ആയി. കണ്ടോ? അത് അതിന്റെ കോംപ്ലിമെന്റ് അല്ലെ, നോട്ട് ഗേറ്റ് കടന്നു. ഇത് ഏത് ഗേറ്റിലൂടെ കടക്കുമെന്ന് നോക്കണം. ഇതാണ് ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റ്. അപ്പൊ ഇവിടെ ഇത് വന്നപ്പോ ആൻഡ് ഗേറ്റ്, ഇതിവിടെ കാരോ മാർക്കുണ്ട്. ആൻഡ് ഗേറ്റ് വന്നപ്പം x1 ഓർ x2 ആൻഡ് ഗേറ്റിൽ കടന്നു. ഇതും അതിലൂടെ കടന്നപ്പോ ഇത് രണ്ടും കൂടെ ആൻഡ് ചേർത്ത് എഴുതിയാൽ മതി. x1 ഓർ x2 ഇവിടെ ഉണ്ട്. പിന്നെ ഇത് x3 ആൻഡ് x4 കോംപ്ലിമെന്റും അവിടെ ഉണ്ട്. x3 ആൻഡ് x4 കോംപ്ലിമെന്റും ഉണ്ട്. അത് ഈ ഗേറ്റിലൂടെ കടന്നപ്പോ, ആൻഡ് ഗേറ്റിലൂടെ കടന്നപ്പം അത് ഈ സിമ്പലായി. ഇത്രേ ഉള്ളൂ. ഇതാണ് ഔട്ട്പുട്ട്. ഇതിന് 4-5 മാർക്കാ. കണ്ടോ? ഇതാണ് അതിന്റെ ഔട്ട്പുട്ട്. ഒന്നുകൂടെ പറയാം. ചെയ്ത് 2 ഇൻപുട്ട് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് കേട്ടോ. x1ഉം x2 2 ഇൻപുട്ട് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരെണ്ണം തന്നു. ഇവിടെ എന്ന് തന്നു. ഇവിടെ ഒരെണ്ണം തന്നു. ഇവിടെ ഒരു വേരിയബിൾ തന്നു x3. ഇവിടെ b തന്നു. c കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇത് c എന്ന് പറഞ്ഞാൽ ഉത്തരം കണ്ടുപിടിക്കണം. പറ, എയുടെ പ്ലേസിൽ എന്ത് വരും? ഏത് ഗേറ്റ് ആണെന്ന് നോക്ക്. ഓർ ഗേറ്റ് കറക്റ്റ്. അപ്പൊ x1 ഓർ x2 അത് നോട്ട് ഗേറ്റിലൂടെ പാസ് ആവുമ്പം b പറഞ്ഞ് x1 or x2 കോംപ്ലിമെന്റ്. കറക്റ്റ്. x1 ഓർ x2 കോംപ്ലിമെന്റ്. അത് ഇവിടെ എൻട്രി ആവുമ്പോഴത്തേക്ക് അത് ആൻഡ് ഗേറ്റ്. അപ്പൊ ബിയും പോയി x3യും കൂടി ആൻഡ് ചേർത്ത് പറ. ഇവിടെ x1 or x3 കോംപ്ലിമെന്റ് ആൻഡ് x3. ആൻഡ് x3 കറക്റ്റ്. x1 ഓർ x2 കോംപ്ലിമെന്റ് ആൻഡ് x3 കറക്റ്റ്. അതാണ് ആൻസർ.
അതാണ് കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. പേജ് നമ്പർ എന്ന് പറയോ? ക്വസ്റ്റ്യൻ പേജ് നമ്പർ 59, 57, 59 ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് 52 ടെക്സ്റ്റ് 1. കയ്യിലുണ്ടോ? ടെക്സ്റ്റ് ഉണ്ടോ? എനിക്ക് ഇന്നലെ കിട്ടിയായിരുന്നു. അത് നോക്കണം. എന്നിട്ട് ഡൗട്ട്സ് ഉള്ള എന്നോട് ചോദിക്കാം. പിന്നെ അതേ ക്വസ്റ്റ്യൻസ് നോക്കണം. പിന്നെ നിങ്ങൾക്കുള്ളത് ഞാൻ പറയാം. വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ അതിനോടുള്ള. പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അങ്ങ് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. ഞാൻ വേറെ ഒരു ക്വസ്റ്റ്യൻ പറയാം. നമ്മുടെ IIT-യുടെ ലൈബ്രറിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളും ഗൈഡുകളും എല്ലാം ഉണ്ട്. ഡിസ്ക്രീറ്റ് മാത്സിന്റെ പരീക്ഷയ്ക്ക് മുപ്പുറം ചെന്നതെല്ലാം എടുത്ത് പഠിക്കുക. ഡൗട്ട്സുകൾ എപ്പോൾ വേണേലും എന്നോട് ചോദിക്കാം. എല്ലാം കൂടി ചെയ്തു തരാൻ ഈ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ പറ്റത്തില്ല. നിങ്ങളുടെ ഡൗട്ട്സുകൾ എന്നോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞു തരും. അവിടെ ചെന്ന ടെക്സ്റ്റ് ഗൈഡും എല്ലാം എടുത്ത് പഠിക്കുക. ഇനി ക്വസ്റ്റ്യൻ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ. Give the geometric representation. Give the geometric representation. Give the geometric representation of R cross set 2. Geometric representation of R cross set 2. ഇത് ഒരു ഡൗട്ടും വേണ്ട. R cross set 2 എന്ന് പറഞ്ഞാൽ അത് ഗ്രാഫിൽ കാണിക്കണമെന്നാണ്. അപ്പൊ ഗ്രാഫിൽ കാണിക്കുമ്പം ഗ്രാഫിനകത്ത് എപ്പോഴും ഓർക്കുക 2 ആക്സിസ് ആണുള്ളത്. ഇത് ഒറിജിൻ, ക്യാപിറ്റൽ ലെറ്റർ എക്സ്, എക്സ് ഡാഷ്, ക്യാപിറ്റൽ ലെറ്റർ വൈ, വൈ ഡാഷ്. സെറ്റ് 2 എന്ന് പറയുമ്പോൾ 2വിലോട്ട് ഇത് ഇങ്ങനെ 1, 2 എന്ന് പറഞ്ഞാൽ അറിയാം x1ഉം y2 ആണ്. x1ഉം y2ഉം. അപ്പൊ R ക്രോസ് സെറ്റ് 2 എന്ന് പറയുമ്പോൾ 2വിലോട്ട്. ഇവിടെ 1, ഇത് 2, 2വിലോട്ടാണ് പോകുന്നത്. ഇത് 1, 2. R നോക്കണ്ട, ഇവിടെയാണ് 2 വരുന്നതെങ്കിൽ y ആക്സിസിൽ വരയ്ക്കണം. ഇതാണ് R ക്രോസ് 2. ഇനി തിരിച്ച് 2 ക്രോസ് R എന്ന് പറഞ്ഞാൽ എക്സിന്റെ ആണ് കോർഡിനേറ്റ്. എക്സിന്റെ കോർഡിനേറ്റ് ആവുമ്പം എക്സ്, എക്സ് ഡാഷ്, വൈ, വൈ ഡാഷ്, 0. ആദ്യം എക്സിലാണ് വരുന്നതെങ്കിൽ എക്സിൻ്റെത് 1, 2, എക്സിന്റെ ഇവിടെ എക്സ് ആക്സിസിൽ വേണം എക്സിന്റെ വാല്യൂ 2 വരാൻ. ഇനി അതല്ല R ക്രോസ് സെറ്റ് 4 എന്നാ വരുന്നതെങ്കിൽ ഈ 2വിന്റെ സ്ഥാനത്തിന് പകരം 3, 4 ഇത് ഇവിടെ വേണം വരയ്ക്കാൻ. ഇതാണ് 4. R ക്രോസ് സെറ്റ് 4. ഇത്രേ ഉള്ളൂ. 2 മാർക്ക് കിട്ടും. R ക്രോസ് സെറ്റ് 4, 4ന്റെ അവിടെ വരയ്ക്കണം. തിരിച്ച് 4 ക്രോസ് R എന്നാ വരുന്നതെങ്കിൽ എക്സ് ആക്സിൽ 4 വരണം. എക്സ് ആക്സിൽ 4. കണ്ടോ? ഇത്രേ ഉള്ളൂ. അതൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വേറെ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇതിനകത്ത് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ, പാർട്ടീഷൻ കാണാൻ. പാർട്ടീഷൻ കാണാൻ പറഞ്ഞാൽ ഇപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ഡൗൺ ഓൾ പാർട്ടീഷൻസ് റൈറ്റ് ഡൗൺ partitions of 6. Also find P63, P64. Also find P63, P64. ആറിന്റെ എല്ലാ പാർട്ടീഷനും കണ്ടിട്ട് 3 പാർട്ട് വരുന്നതിന്റെ എണ്ണവും 4 പാർട്ട് വരുന്നതിന്റെ എണ്ണവും കാണണം. ഇത്രേ ഉള്ളൂ. നോക്കാം. 6 എന്ന് പറയുന്ന വാല്യൂവിനെ എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കണം. അതാണ് നമ്പർ ഓഫ് പാർട്സ്. ഇത് പാർട്ടീഷൻസ്. അപ്പൊ 6നെ ഒറ്റ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതാതിരുന്നാൽ അത് ഒരു പാർട്ടായിട്ട് എഴുതാം. 6നെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പം 1 + 5 എഴുതിയാലും 6 ആണ്,
1+5 എഴുതിയാ പിന്നെ 5+1 എഴുതരുത്. 1+5 എഴുതി, പിന്നെ 5+1 എഴുതാൻ പാടില്ല. അങ്ങനെ രണ്ടായിട്ട് ആഡ് ചെയ്യുമ്പോ 6 കിട്ടുന്ന ഏതൊക്കെയാന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പറിൽ 2 നമ്പർ കൂട്ടുമ്പോ 6 കിട്ടണം. 2+4. 2+4 കറക്റ്റ്. അങ്ങനെ എഴുതിയാ 4+2 എഴുതരുത്. പിന്നെ 3+3 എഴുതാൻ പറ്റുമോ അന്നേരം? എഴുതാലോ. ഈ സെയിം തന്നെ തിരിച്ചെഴുതരുതെന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയായി. 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞേ. 3 ആയിട്ട്. 1+, ഒരു മിനിറ്റ് ഇങ്ങോട്ട് നോക്കിയേ. ഇത് ഓക്കെ. 3 പാർട്ടായി. അതുപോലെ പറ. 3 പാർട്ടായിട്ട്. 2+2. കറക്റ്റ്. 1+3. കറക്റ്റ്. 1+2+3 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. 4 ആയിട്ട് പറ. 4 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത്. 1+3. കറക്റ്റ്. പിന്നെ അടുത്ത് 1+1+2. 2+2. ഓക്കെ. 5 പാർട്ടായിട്ട് ഒരെണ്ണേ പറ്റുള്ളൂ തോന്നുന്നു. 1+1+1+1+2 5 പാർട്ട്. 6 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഒരെണ്ണം. 1+1+1 3 4 5 6. അപ്പൊ ഇവിടെ നോക്ക്. ഇപ്പം P63 എന്ന് പറഞ്ഞാൽ 6നെ 3 ആയിട്ട് പാർട്ടീഷൻ ചെയ്ത് എത്ര എണ്ണം ഉണ്ടോ നോക്കണം. 3 ആയിട്ട് പാർട്ടീഷൻ ചെയ്തത് 1 2 3. അതാണ് P63. P64 4 ആയിട്ട് പാർട്ടീഷൻ ചെയ്ത് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. കണ്ടോ? 2. ഇങ്ങനെയാണ് പാർട്ടീഷൻസ് ചെയ്യുന്നത്. പാർട്ടീഷൻ. നമ്പർ 6ന്റെ ആണ് ചോദിച്ചെങ്കിൽ 6 എണ്ണം ഉണ്ടാകും. 6 ഗ്രൂപ്പ്. 7ന്റെ ആണെങ്കിൽ 7 സെറ്റ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നോക്കുക. നമ്പർ ഓഫ് പാർട്ടീഷൻസ് ഓഫ് 7. അതിന്റെ കൂടെ ക്വസ്റ്റ്യൻ P73, P72. P73യും P72. Number of parts. Partitions. ചെയ്തേ. ഒരു പാർട്ടായിട്ടും ഒരെണ്ണേ ഉള്ളൂ. 7. അങ്ങനെ ചെയ്യേ. ഞാൻ ഒരു മിനിറ്റ് പോരാ. പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത്. ആൻസർ പറഞ്ഞ ഒരു പാർട്ടായിട്ട് 7. പിന്നെ രണ്ടെണ്ണമായിട്ട് പറഞ്ഞേ. 2+5. കോമ 1+6. 3+4. കറക്റ്റ്. 3 ആയിട്ട് 1+2+4. 2+2+3. അതായത് റിപ്പീറ്റഡ് നമ്പർ വരുന്ന സെയിം വാല്യൂസ് വരരുതെന്നേ ഉള്ളൂ. ഈ 1+2+4 എഴുതിയ 4+2+1 അങ്ങനെ എഴുതരുതെന്നേ ഉള്ളൂ. വാല്യൂ മാറുമ്പം വേറെയായി. പിന്നെ ഇനി പറ. വീണ്ടും ഇവിടെ ഉണ്ട്. 1+1+5 അല്ലേ? കറക്റ്റ്. പിന്നെ ഇനിയുണ്ട് 1+1+2+3.
3 + 3 3 3 6 1 7 4 പറ. 4 4 1 + 1 + 1 + 4 1 2 3 4 4 1 5 7 ആയി. പറ അടുത്തത്. 1 + 2 + ആ 1 + 3. 3 ശരിയാ. ഓക്കെ കറക്റ്റ്. പിന്നെ 1 + 2 + 2 + 2 5 ആയിട്ട് 5. 1 + 1 + 1 + 1 + 3 കോമ 1 + 1 + 1 + 2 + 2 വേറെ ഇല്ല. 6 എണ്ണം ആക്കി പറഞ്ഞേ. 1 + പറ 1 + 1 + എത്ര 1 വരുമെന്ന് പറഞ്ഞേ. 1 2 3 4 5 1 + 2. കറക്റ്റ്, വെരി ഗുഡ്. 7 ആവുമ്പോ മൊത്തം 1 1 2 3 4 5 6 7. എന്നിട്ട് ഇതിന്റെ ആൻസർ പറ. 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 7നെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എത്ര എണ്ണം ഉണ്ടെന്ന്? 1 2 3 4 എണ്ണം. P7 2 2 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്ക്. 3 എണ്ണം. 3 എണ്ണം കറക്റ്റ്. ഓക്കെ, ഇതാണ് പാർട്ടീഷൻസ്. പിന്നെ ഇതിനകത്ത് എല്ലായ്പ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇൻഡിപെൻഡന്റ് ടേം കാണാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൈനോമിയൽ തിയറം എക്സ്പാൻഷൻ പഠിച്ചു. എന്നാ പറ. ഈ 7ന്റെ അകത്തെ ആ ഇപ്പം മൂന്നാമത്തെ കോളം 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോ ഇല്ലില്ല, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാ. ഞാൻ 1 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാ നോക്കിയത്. 1 + 1 + അങ്ങനെ. അത് അവരുടെ പറ്റുള്ളൂടാ. അതെ, 1 + 1 + പിന്നെ ലിമിറ്റ് ഉണ്ടല്ലോ അല്ലെ, 3 എണ്ണം എന്നുള്ളത്. ഉള്ളു. 3 ടേമേ പറ്റൂ. ഓക്കെ, ശരി. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ഞാൻ പഠിപ്പിച്ച് നിർത്താം. ഇതിനകത്ത് നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ബൈനോമിയൽ തിയറം എക്സ്പാൻഷൻ പഠിച്ചു. അതുപോലെ തന്നെ ബൈനോമിയൽ തിയറം എക്സ്പാൻഡ് ചെയ്യാതെ എന്ന് പറഞ്ഞാൽ വിപുലീകരിച്ച് ചെയ്യാതെ ഇടയ്ക്കുള്ള ഒരു ടേം കണ്ടുപിടിക്കണം. ഇടയ്ക്കുള്ള ഒരു ടേം. അപ്പൊ നോക്കുക, a+b n-നകത്ത് മൊത്തം നമ്മൾ പഠിച്ചു n+1 ടേംസ് ഉണ്ടെന്ന് പഠിച്ചു. a+b n-നകത്ത് n+1 ടേംസ് ആണ് ഉള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോ എക്സ്പാൻഡ് ചെയ്യാതെ ഇടയ്ക്കുള്ള ഒരു ടേം കാണാൻ നമ്മൾ ആദ്യം ജനറൽ ടേം കണ്ടുപിടിക്കണം. ജനറൽ ടേം, പൊതുവായിട്ടുള്ള ടേം. അത് ടി എന്ന് പറഞ്ഞ ടേം എന്നാണ്. TR+1 = ടേം ഇങ്ങനെയാണ്. NCR a⁻n−r × b⁻r. ഇതാണ് ജനറൽ ടേം. NCR a⁻n−r × b⁻r. ഇതാണ് ജനറൽ ടേം. NCR a⁻n−r × b⁻r. ഈ ജനറൽ ടേമിൽ നിന്നും 2 കാര്യങ്ങളാണ് ക്വസ്റ്റിന് വരുന്നത്. ഇൻഡിപെൻഡന്റ് ടേം കണ്ടുപിടിക്കാനും കോയിഫിഷ്യന്റ് കാണാനും. പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് പറയാം. ഇൻഡിപെൻഡന്റ് ടേം കാണാനും പിന്നെ ഇൻഡിപെൻഡന്റ് ടേം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടേം എന്നാണ്. കോൺസ്റ്റന്റ് ടേം എന്ന് പറഞ്ഞാൽ എക്സ് വരാത്ത ടേം. ഈ ക്വസ്റ്റ്യൻ പറയാൻ ഇത് കണ്ടോ. ഈ ക്വസ്റ്റ്യൻ എഴുതാ. ഇൻ ബൈനോമിയൽ എക്സ്പാൻഷൻ
find the 13th term in binomial expansion. Find the 13th term. Mic on ആണ്. Find the 13th term in the expansion in binomial. Find the 13th term in the expansion. In the expansion. 9x minus 1 by 3 root x whole raised to 18. 9x minus 1 by 3 root x whole raised to 18. ആദർശം മൈക്ക് ഓൺ ആണേ. അപ്പൊ ഇതിനകത്ത് നോക്കുക, 13ാമത്തെ ടേം കാണണം. മൊത്തം ഇത് എക്സ്പാൻഡ് ചെയ്യാതെ 13ാമത്തെ ടേം കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, a+b ഹോൾ റൈസ് ടു n-ന്റെ അകത്ത് ജനറൽ ടേം ആണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ a-b ആവുമ്പം നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോഴേ ഉള്ളൂ ബിക്ക് മൈനസ് എടുക്കാതെ പ്ലസ് മൈനസ് പ്ലസിൽ പോകുന്നത്. ജനറൽ ടേം ഒക്കെ എഴുതുമ്പോൾ ഓൾറെഡി ഈ ബിക്ക് മൈനസ് ഉണ്ട്, മൈനസ് ഉൾപ്പെടെ എഴുതണം. അപ്പൊ 13ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ T13 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ടേം 1, ടേം 2 അങ്ങനെ പോകുമ്പം 13ാമത്തെ ടേം എടുക്കുമ്പം ഓൾറെഡി 1 അവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ 12 + 1 ആണ് 13. അപ്പൊ ആറിന്റെ വാല്യൂ 12 ആണ്. ഓൾറെഡി 1 അവിടെ ഉണ്ട്. അപ്പൊ 12 + 1 13 ആയി. അപ്പൊ ആറിന്റെ വാല്യൂ 12 ആണ്. 12 + 1 13. പിന്നെ എയുടെ വാല്യൂ 9x കൊടുക്കണം. ബിയുടെ വാല്യൂ -1 by 3 root x കൊടുക്കണം. കണ്ടോ, എയുടെ വാല്യൂ 9x, ബിയുടെ വാല്യൂ -1 by 3 root x. പവർ ആണ് n-ന്റെ വാല്യൂ 18. ഇത്രയും ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കണം. അപ്പൊ അതിൽ കൊടുക്കുമ്പം 18c 12 ഇൻറ്റു എയുടെ വാല്യൂ 9x raised to n minus r 18 minus 12 r ഇൻറ്റു ബിയുടെ വാല്യൂ -1 by 3 root x raised to r. r എന്ന് പറഞ്ഞാൽ 12. കണ്ടോ, raised to 12. ഇത് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പം കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു NCR ഈസ് ഈക്വൽ ടു NCn മൈനസ് ആർ ആണ്. അപ്പൊ ബിയുടെ വില, ഈ എയും ബിയും 2 ടേം വരുമ്പം ബിയുടെ വിലയാണ് എഴുതുന്നത്. ഇത് ബിക്ക് പകരം ഈ വാല്യൂ, ഇത് മൊത്തം വരുന്ന ബി. ഓക്കെ, 18c 12 ചെറുതാക്കി പറഞ്ഞു. എന്നാ കേട്ടില്ല? സൈൻ ഉൾപ്പെടെയാണോ ബി എഴുതണ്ടേ? സൈൻ ഉൾപ്പെടെ വേണം നമ്മൾ ജനറൽ ടേം എഴുതുമ്പോ എഴുതാൻ. ഈ എക്സ്പാൻഡ് ചെയ്യാൻ പറയുമ്പോ സൈൻ വേണ്ട. പ്ലസ് മൈനസ് പ്ലസിൽ പോണം. ഇങ്ങനെയുള്ളിടത്ത് സൈൻ വേണം. 18c 12 ഇതുപോലെ പറഞ്ഞ് ചെറുതാക്കി. 18 minus 12 6. അത് ചെയ്യണം. നിങ്ങൾക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ട്, അത് വാല്യൂ അത് ഇപ്പൊ തന്നെ അടിച്ചാൽ കിട്ടും. 18c 6. ഇവിടെ 18c 6 ചെയ്യണം. 9x raised to 6 എന്ന് പറഞ്ഞാൽ 9 raised to 6 ഇൻറ്റു x raised to 6 ഇൻറ്റു ന്യൂമറേറ്റർ അതുപോലെ പവർ 12 ഉണ്ട്, മുകളിലും 12 കൊടുക്കണം, താഴെയും 12 കൊടുക്കണം. -1 raised to 12. മൈനസ് raised to ഈവനാ വരുന്നെങ്കിൽ ഉത്തരം 1 by 3 root x raised to 12. അവിടെ താഴെ വീണ്ടും കൊടുക്കണം. 3 raised to 12 ഇൻറ്റു root x raised to 12. root x raised to 12. ഒരു ഡൗട്ടും വേണ്ട. ന്യൂമറേറ്ററിനും പവർ കൊടുക്കുമ്പോൾ -1 raised to 12 ആണ് 1. 3 raised to 12 ഇൻറ്റു root x raised to 12. അപ്പൊ ഒന്നുകൂടി അറിയണം. 9 raised to 6 എന്ന് പറഞ്ഞാൽ 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ് 9 raised to 6. a raised to m the whole raised to n, a raised to mn, a raised to m the whole raised to n ആണ് a raised to mn. അപ്പൊ ഇവിടെ 3 raised to 12 ആണ് ഇത്. കണ്ടോ, 3 raised to 12. 9 raised to 6ഉം
3^12 ഒന്നാണ്. ഒന്നുകൂടി, റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ x^1/2 ആണ്. ഇതാണ് റൂട്ട് എക്സ്. അപ്പൊ റൂട്ട് x^12 എന്ന് പറഞ്ഞാൽ x^1/2 the whole raised to 12 ആണ്. x^1/2 the whole raised to 12. a^m the whole raised to n ആണ്. a^mn. അപ്പൊ x^12/2 6. അപ്പൊ x^6ഉം റൂട്ട് x^12 1. ഇത് കാൽക്കുലേറ്ററിലോ അല്ല തനിയോ ചെയ്യണം. 18c6 ഇൻറ്റു 9^6 പകരം 3^12 ഇൻറ്റു x^6 ഇൻറ്റു 1 x^6 ബൈ 3^12 ഇൻറ്റു റൂട്ട് x^12ഉം x^6 ഒന്ന് തന്നെ. x^6 വെട്ടിപ്പോയി, 3^12ഉം വെട്ടിപ്പോയി. അപ്പൊ 18c6 ചെയ്യണം. 18c6 ചെയ്യുമ്പം ആൻസർ ആവും. സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ട്, അടിക്കുക. ഇങ്ങനെയാണ് പർട്ടിക്കുലർ ടേം കണ്ടുപിടിക്കുന്നത്. ഇടയ്ക്കുള്ള ടേം കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമ്മള് തന്ന കുറെ ടൈമിനുള്ളിൽ കുറെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി പേഴ്സണൽ ആയിട്ട് എന്നോട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ നമ്പറും ആദ്യത്തെ ക്ലാസ്